സത്യത്തിൽ അവരുടെ ലേഖനം വായിച്ചപ്പോൾ നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നതെന്നോർത്ത് അപമാനം തോന്നി എനിക്ക്. കാരണം ഇത്ര വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട ഈ കേരളത്തിൽ സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ എല്ലാവരും നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിക്കുന്ന ഒരു സ്ഥലത്ത് അവർ നവംബർ 24-ാം തീയതി മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു പരാതി ഡിസംബർ 8 വരെ FIR എടുത്തിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ഈ സ്വന്തക്കാർ വരുമ്പോൾ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു FIR എടുക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു പരാതിയിൽ FIR കൊടുക്കാൻ പോലും തയ്യാറായില്ല. നിങ്ങൾക്കറിയാമല്ലോ, KPCC പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയപ്പോൾ അന്ന് തന്നെ ആ പരാതി ഞങ്ങൾ അയക്കുകയും അന്ന് തന്നെ അവർ FIR എടുക്കുകയും ചെയ്യും. ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ, ഇവരുടെ സഹയാത്രികരായ ആളുകൾ, അവരുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരായി ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങൾ മുഖവിലക്കെടുക്കാതെ അത് 14 ദിവസത്തോളം വലിച്ചു നീട്ടി കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും തെറ്റാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഗുരുതരമായ തെറ്റാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവരൊരു ധൈര്യം കാട്ടി. ഒരു 99% പേരും ഇപ്പോൾ അവർ കാട്ടിയ പേര് പുറത്തു പറഞ്ഞു അവർ കാട്ടിയ ഒരു ധൈര്യം പലർക്കും കാണിക്കാൻ പറ്റില്ല, പല കാരണങ്ങൾ കൊണ്ടും. അവർ ധൈര്യത്തോടു കൂടി ഈ ഒരു വിഷയം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഒരു ചർച്ചയ്ക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ അപമാനിക്കപ്പെടുമ്പോൾ അവർ കേൾക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, എനിക്ക് തോന്നുന്നു അവർ നേരിട്ട അപമാനത്തേക്കാൾ വലുതാണ് പിന്നീട് അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. അത് ഈ കേരളത്തിൽ നടന്നുകൂടാ. അതായിരിക്കണം, ഇതൊരു നല്ല ചർച്ചയ്ക്കായിരിക്കണം അവർ തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം എല്ലാവർക്കും പറ്റില്ല, പക്ഷെ അവർ ആ ധൈര്യം കാട്ടി. നമ്മൾ എല്ലാവരും ധൈര്യം കാട്ടണമെന്ന് പറയാനും പറ്റില്ല. പലരുടെയും കുടുംബ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, സാമൂഹ്യ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ചില കുടുംബങ്ങളിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാം. പക്ഷെ അവർ ധീരയായി ഈ കാര്യം പറഞ്ഞു. അത് കേരളത്തിൻ്റെ പൊതുമണ്ഡലം ഗൗരവതരമായി ചർച്ച ചെയ്യുകയും സ്ത്രീകൾ അപമാനിക്കപ്പെട്ട സ്ത്രീകളെ വീണ്ടും അപമാനിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാകാതിരിക്കുകയും ചെയ്യണം. മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണം. 24-ാം തീയതി കിട്ടിയ ഒരു കാര്യം 8-ാം തീയതി വരെ എന്തുകൊണ്ട് FIR എടുത്തില്ല എന്ന കാര്യത്തിന് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ആളാണ്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും, പറയണം. ഇതൊക്കെ ഇരട്ടത്താപ്പ് പറ്റില്ല, ഇത്തരം കാര്യങ്ങൾ ഇരട്ടത്താപ്പ് പറ്റില്ല. ഇവർ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രചരണവും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ. സ്വന്തക്കാർ വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേക സ്നേഹം കൂടിയാണ്. എന്താണ് കാര്യം? ഇത്രയും ദിവസം ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടു എന്ന് പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ട് ഇതാണ് സ്ഥിതിയെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ അവർ പരിഹസിക്കുകയാണ് പലരും പോലീസ് സ്റ്റേഷനുകളിൽ ഈ സ്ത്രീകളെ. അത് സംഭവിച്ചുകൂടാ കേരളത്തിൽ, അത് ഉറപ്പുവരുത്തണം. അല്ല, ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ, പരാതി കൊടുത്ത സ്ത്രീകളെ അപമാനിക്കുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും. അതൊക്കെ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരുടെ കൂടെയല്ലേ നിന്നത്, നമ്മൾ അവരുടെ കൂടെ ഉറച്ചല്ലേ നിന്നത്. അല്ല, സൈബർ ഇടങ്ങളിൽ ഇപ്പം അതിൻ്റെ പേരിൽ എന്തുമാത്രം ആക്രമണം ഞാൻ നേരിട്ടു. എനിക്ക് തോന്നുന്നത് ഈ ഇരകളായി മാറിയ സ്ത്രീകൾ നേരിട്ടതിനേക്കാൾ കൂടുതൽ സൈബർ ഇടങ്ങളിൽ ആക്ഷേപം നേരിട്ടൊരാളാണ് ഈ നിലപാടെടുത്തതിൻ്റെ പേരിൽ. നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? ഇപ്പോഴും ആഗോള അയ്യപ്പ സംഗമം, അയ്യപ്പൻ്റെ പേരിലുള്ള മറ്റൊരു തട്ടിപ്പൂടി പുറത്തു വന്നിരിക്കുക.